നമസ്കാരം. പണപ്പെരുപ്പം, ഗാർഹിക പാചകവാതക വില സിലിണ്ടറിന് 1000 രൂപ കടന്നത്, ഇന്ധനവില വർധന, ചില്ലറ വ്യാപാര മേഖലയിലെ വിലക്കയറ്റം, എല്ലാറ്റിലുമുപരിയായി രൂപയുടെ മൂല്യത്തകർച്ച. ഏറെ കൊട്ടിഘോഷിച്ച് നടത്തിയ ചിന്തൻ ശിബിറിന്റെ ആലസ്യം വിട്ടുമാറും മുൻപേ കോൺഗ്രസ് ക്യാമ്പ് വിട്ടത് 2 പ്രമുഖ നേതാക്കൾ. 34 വർഷം മുൻപുള്ള കേസിൽ നവജോത് സിംഗ് സിദ്ധു ശിക്ഷിക്കപ്പെട്ടതും പി ചിദംബരത്തിന്റെയും കാർത്തി ചിദംബരത്തിന്റെയും വീടുകളിലെയും ഓഫീസുകളിലെയും CBI റെയ്ഡ് എന്നിങ്ങനെ കോൺഗ്രസ് പാർട്ടിയെ കരുനിഴലിൽ നിർത്തിയ സംഭവങ്ങൾ ഏറെയാണ്. ഗ്യാൻവാബി പള്ളിയും പള്ളിക്കുള്ളിലെ ക്ഷേത്രവും ശിവലിംഗവും ആരാധനാനുമതിയും, തൊട്ടു പിന്നാലെ എത്തിയ മധുര മസ്ജിദ്, ശ്രീകൃഷ്ണ ക്ഷേത്ര വിവാദങ്ങളുമെല്ലാം ദേശീയ രാഷ്ട്രീയത്തെ സംഭവബഹുലമാക്കി. ഹിന്ദി ഭാഷാവാദം തള്ളി പ്രാദേശിക ഭാഷകൾ രാജ്യത്തിന്റെ ആത്മാവാണെന്ന് പറഞ്ഞ് പ്രധാനമന്ത്രിയും പുതിയ അലകൾ സൃഷ്ടിച്ചു. സ്വാഗതം ന്യൂസ് 18 ഇന്ത്യയിലേക്ക്. പതിവ് തെറ്റിക്കാതെ ഈ വർഷവും അസമിൽ മഴയുടെ താണ്ഡവം. ദുഃഖമെന്ന് വിശേഷിപ്പിക്കുന്ന ബ്രഹ്മപുത്ര കര കവിഞ്ഞതിനേക്കാൾ ദുരിതവുമാണ് ഇത്തവണ ഇടതോരാതെ പെയ്ത മഴ താഴ്വാരങ്ങളിലും ഉയർന്ന പ്രദേശങ്ങളിലും ഉണ്ടാക്കിയത്. ഏതൊരു പ്രകൃതി ദുരന്തവും ബാക്കി വയ്ക്കുന്ന വേദന ജനിപ്പിക്കുന്നതും ഭീതിജനകവുമായ ദൃശ്യങ്ങളാണ് അസമിൽ ഇനി ബാക്കിയുള്ളത്. തുടർച്ചയായി പെയ്ത കനത്ത മഴയിൽ അസമിലെ താഴ്ന്ന പ്രദേശങ്ങളാണ് ആദ്യം വെള്ളത്തിനടിയിലായത്. മഴ ദിവസങ്ങളോളം തുടർച്ചയായി പെയ്തതോടെ ഉയർന്ന പ്രദേശങ്ങളിലും കനത്ത നാശമാണ് വിതച്ചത്. ഒപ്പം ശക്തമായ കാറ്റും വീശിയതോടെ മരങ്ങൾ കടപുഴകി വീണു, വീടുകൾ തകർന്നു, വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടു, വാർത്താവിനിമയ ബന്ധങ്ങളും തകരാറിലായി. മഴ തുടർന്നതോടെ ജില്ലകളൊട്ടാകെ വെള്ളത്തിനടിയിലായി. വെള്ളപ്പൊക്കം രൂക്ഷമായതോടെ പല പ്രദേശങ്ങളും ഒറ്റപ്പെട്ടു. വെള്ളം കെട്ടിയ പ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കുന്നത് പോലും ദുഷ്കരമായി. ആദ്യ ദിനങ്ങളിൽ തന്നെ ലക്ഷക്കണക്കിന് ജനങ്ങളാണ് ദുരിതപ്പെയ്ത്തിൽ കുടുങ്ങിയത്. മാജുലി അടക്കമുള്ള ദ്വീപുകളിൽ നിന്നും താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്നും ഇനിയും ആളുകളെ ഒഴിപ്പിക്കാനായിട്ടില്ല. വ്യോമസേനയുടെയും കരസേനയുടെയും ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ സേനകളുടെയും ഒക്കെ സഹായത്തോടെ പല മേഖലകളിലും രക്ഷാപ്രവർത്തനം തുടരുകയാണ്. കനത്ത മഴയിൽ പാലങ്ങളും റോഡുകളും റെയിൽപാതകളും ഒക്കെ തകർന്നത് രക്ഷാപ്രവർത്തനത്തെ പിന്നോട്ടടിച്ചു. ന്യൂ ഹാഫ്ലോങ്ങിലെ ഉരുൾപൊട്ടലിൽ ട്രെയിനിന്റെ കോച്ചുകളടക്കം ഒലിച്ചുപോയ ദൃശ്യങ്ങൾ അസമിലെ പ്രളയത്തിന്റെ തീവ്രത വിളിച്ചോതാൻ പോകുന്നതാണ്. लोकेशंस हमारे जो ट्रेन लाइनों के 26 लोकेशन में लाइनों को नुकसान पहुंचा है, ब्रिजों को भी नुकसान पहुंचा है, जिसके चलते ट्रेन सर्विसेज हिल सेक्शन में बदरपुर टू लमडिंग के बीच अभी स्थगित कर दी गई है। हालांकि 2 ट्रेनें हैं, गुवाहाटी सिलचर पैसेंजर और सिलचर गुवाहाटी पैसेंजर, जो एक डिटोक छरा और एक न्यू हाफलोंग में फंस गई हैं। देखिए, ये लाइन कब तक चालू होगा वापस ये तो नहीं कहा जा सकता। हमारे यहाँ पे बहुत ही ज़्यादा इफेक्टेड है। कुछ जगहों में ऐसा है कि रेल लाइन के नीचे मिट्टी है नहीं, रेल लाइन अभी हैंगिंग कंडीशन में है और वो नदी के साथ वो मिट्टी बह गई। और ऐसी भी कुछ लोकेशंस है जहाँ पे ब्रिज के अप्रोच की जो रेल लाइन है उसके नीचे से भी मिट्टी चली गई है। तो हमारा तो हर लोकेशन पे हमारा रेस्टोरेशन टीम पहुंच चुका है, काम चल रहा है, बट कितना समय लगेगा ये अभी वेदर डिपेंडेंट भी है और हमारे जो माल है
और जो मशीन है वो कितनी देर में पहुंच सकता है इस वेदर में, उस पर डिपेंडेंट है. ലക്ഷക്കണക്കിന് ആളുകളെയാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയത്. ഒറ്റപ്പെട്ടുപോയ സ്ഥലങ്ങളിൽ രക്ഷാപ്രവർത്തനങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. മഴയുടെ ശക്തി കുറയാതെ വന്നതോടെ ബ്രഹ്മപുത്ര അടക്കമുള്ള നദികളിലെ ജലനിരപ്പ് ഉയർന്നു. ഇതോടെ ജലത്തിന്റെ ശക്തിക്ക് മുന്നിൽ തീരങ്ങൾക്ക് പിടിച്ചു നിൽക്കാനാകാത്ത സ്ഥിതിയായി. കരകൾ ഇടിഞ്ഞു താണു. കൂടുതൽ പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി. ബോട്ടുകളിലൂടെയുള്ള രക്ഷാപ്രവർത്തനങ്ങളും ദുഷ്കരമായി. രക്ഷാപ്രവർത്തനം ഏറെ ദുഷ്കരമായത് മലപ്രദേശങ്ങളിലാണ്. റോഡുകൾ നശിച്ചതോടെ പലയിടങ്ങളിലേക്കും എത്തിപ്പെടാൻ സാധിക്കാത്ത സ്ഥിതിയായി. അടിയിലെ മണ്ണൊലിച്ചു പോയതോടെ കാറ്റത്ത് ഇളകിയാടുന്ന റെയിൽപാതകളും അസമിലെ പ്രളയ തീവ്രത വിളിച്ചോതുന്നു. ഹെലികോപ്റ്ററുകളുടെ സഹായത്തോടെയാണ് പലയിടങ്ങളിലും ഭക്ഷണം എത്തിക്കുന്നത്. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലെ ക്യാമ്പുകളിൽ പലയിടങ്ങളിലും ഭക്ഷണം അവസാനിക്കാറായി. ഇവിടേക്ക് വാഹനങ്ങൾ കടന്നുവരുന്നത് ദുഷ്കരമായത് പ്രതിസന്ധി രൂക്ഷമാക്കി. മഴയൊഴിഞ്ഞ് മാനം തെളിഞ്ഞാലും പ്രളയം ബാക്കി വെച്ചു പോകുന്നത് ദുരിതം നിറഞ്ഞ ജീവിതമാണ്. നഷ്ടമായ രേഖകൾ മുതൽ വീടുകൾ വരെ ഒന്നേന്ന് തയ്യാറാക്കുക എന്നത് ഇവരിൽ പലർക്കും ചിന്തിക്കാൻ പോലും സാധിക്കില്ല. ജീവന് വേണ്ടി പലായനം ചെയ്യുമ്പോൾ അതുവരെ പൊന്നുപോലെ വളർത്തിയ മൃഗങ്ങളിൽ പലതിനെയും ഉപേക്ഷിച്ചാണ് പലരും പോകുന്നത്. മിക്ക ഗ്രാമങ്ങളിലെയും പ്രധാന ജീവനോപാധികളാണ് കന്നുകാലി വളർത്തലും കോഴി വളർത്തലുമെല്ലാം. മടങ്ങിയെത്തുമ്പോൾ ഇവയിൽ മിക്കതും വെള്ളപ്പൊക്കത്തിൽ ചത്തൊടുങ്ങിക്കഴിഞ്ഞിട്ടുണ്ടാകും. പ്രളയ ദുരന്തത്തിൽ നഷ്ടമാകുന്ന ജീവനുകളുടെ കണക്കിൽ ഇവ ഉൾപ്പെടില്ലെങ്കിലും ജീവിതത്തിലേക്ക് മടങ്ങിവരാൻ ശ്രമിക്കുന്നവർക്ക് ഇവ നികത്താനാകാത്ത നഷ്ടം തന്നെയാണ്. തിരിച്ചടികൾ മാത്രം നേരിട്ട കോൺഗ്രസ് ഒടുവിൽ തിരുത്താനൊരുങ്ങുകയാണ്. അടിമുടി മാറ്റങ്ങൾ പ്രഖ്യാപിച്ചില്ലെങ്കിലും പാർട്ടിയുടെ നിലനിൽപ്പ് അപകടത്തിലാണെന്ന ബോധ്യം നേതൃത്വത്തിനുണ്ടായി എന്ന് വ്യക്തമാക്കുന്ന നടപടികളും അഭിപ്രായങ്ങളും ഒക്കെയാണ് ചിന്തൻ ശിബിറിൽ ഉരുത്തിരിഞ്ഞത്. പ്രതീക്ഷയുടെ പുതിയ കിരണങ്ങൾ ഉദിക്കവെയാണ് മാസങ്ങൾക്കുള്ളിൽ തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ട ഗുജറാത്തിൽ കോൺഗ്രസ് ആദ്യ തിരിച്ചടി നേരിട്ടത്. ഹാർദിക് പട്ടേലിന്റെ രാജി. തൊട്ടു പിന്നാലെ എത്തി പഞ്ചാബ് മുൻ PCC അധ്യക്ഷൻ സുനിൽ ഛാക്കറിന്റെ BJP പ്രവേശനം. സിദ്ധുവിനെതിരായ ശിക്ഷാവിധിയും P. ചിദംബരത്തിന്റെയും കാർത്തിക് ചിദംബരത്തിന്റെയും വീടുകളിലെയും ഓഫീസുകളിലെയും റെയ്ഡിന് ചിന്തൻ ശിബിർ നൽകിയ ആവേശം തല്ലിക്കെടുത്താനുള്ള ശക്തിയുണ്ടോ? And so I very much hope that this is the spirit in which we will disperse from this Chintan Shibir. തിരിച്ചടികളിൽ നിന്ന് തിരിച്ചു വരാനുള്ള ഊർജം പ്രവർത്തകർക്കും നേതാക്കൾക്കും പകരാൻ ഈ വാക്കുകൾ കൊണ്ട് മാത്രം സാധിക്കുമോ? സാധിക്കണം. അല്ലാതെ കോൺഗ്രസിന് മറ്റൊരു മാർഗമില്ല. ആവേശമല തല്ലിയ ചിന്തൻ ശിബിറിന്റെ സമാപന സമ്മേളനത്തിന്റെ വേദി പൊളിക്കും മുൻപേ സമ്മേളനത്തിന്റെ ഭാഗമായ 2 നേതാക്കളാണ് പാർട്ടി വിട്ടത്. വർഷാവസാനത്തോടെ അസംബ്ലി തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ഗുജറാത്തിലെ PCC വർക്കിംഗ് പ്രസിഡന്റ് ഹാർദിക് പട്ടേലാണ് ആദ്യ പ്രഹരം നൽകിയത്. പട്ടേൽ പാർട്ടി വിടുമെന്ന സൂചനകൾ നേരത്തെ ഉണ്ടായിരുന്നുവെങ്കിലും സമവായത്തിനോ പാർട്ടിയിൽ തുടരാൻ പ്രേരിപ്പിക്കാനോ കേന്ദ്ര സംസ്ഥാന നേതൃത്വം മുതിർന്നില്ല. അതോടെ कांग्रेसले सेवनम हार्दिक पटेल अवसानिपिच्चु। देखिए, दो चीज़ है कि इस्तीफा देने की जब बात आई तो बड़ी हिम्मत से देना पड़ा है, क्योंकि 3 साल जो मेरे राजनीतिक जीवन और सामाजिक जीवन के मैंने बिगाड़े, ये 3 साल कांग्रेस में रह के, अगर मैं बाहर भी होता तो मैं कहीं ना कहीं पूरे प्रदेश के हितों के लिए और ज़्यादा मदद कर सकता था, काम कर सकता था। लेकिन मुझे जो भरोसा कांग्रेस पर था, उस भरोसे पर ना वो खरे उतरे, ना मैं खरा उतर पाया, ना मुझे काम करने का मौका मिला, ना उन्होंने कभी मुझे काम दिया। 50 വർഷത്തോളം പാർട്ടിയിലുണ്ടായിരുന്ന സുനിൽ ഛാക്കർ രാജിവെക്കുക മാത്രമായിരുന്നില്ല ചെയ്തത്, മറിച്ച് BJPയിൽ പ്രവേശിക്കുകയും ചെയ്തു. പഞ്ചാബിലെ കനത്ത തോൽവിയുടെ കാരണങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തും മുൻപേയാണ് ഛാക്കറിന്റെ പാർട്ടി മാറ്റം. Sunil Chakkar's case, from notification to your recommendation of the disciplinary committee till the time you have finally asked Sunil to be removed from all positions,
It shows what is basically ailing Congress party. आप भी फैसला नहीं ले पाए। ये क्या फैसला था? सुनील से पद ले लिए। क्या पद ले लिए? सुनील के पास कौन से पद थे जो आपने ले लिए? It is because आज भी either you lack conviction or you have doubt whether these allegations are true or not. पर मिसाइल तो छोड़ दी, अब ये तो वापस नहीं आएगी। आपने तो मिसाइल दाग दी। सुनील का तो आपने कर दिया कुंडा। सुनील की गैरत, सुनील का ऑनर उसके लिए बहुत बड़ी बात है। और जिस दिन आपने नोटिस भेज दिया, मेरे तो आपसे उसी दिन संबंध विच्छेद हो गया। मैंने पहले भी जिस दिन नोटिस आया था उस दिन कहा था गुड लक टू कांग्रेस पार्टी, एंड टुडे आई अगेन से गुड लक एंड गुड बाय कांग्रेस। അവിടെയും തീർന്നില്ല കോൺഗ്രസിന്റെ പ്രശ്നങ്ങൾ. അമരീന്ദർ സിംഗിനെ തള്ളി ഹൈക്കമാൻഡ് ഒപ്പം നിർത്തിയ നവജോത് സിംഗ് സിദ്ധുവിനെ 1 വർഷം തടവിന് ശിക്ഷിച്ചുള്ള വിധി വന്നതും ഇതിന് പിന്നാലെയാണ്. ഒരിടവേളയ്ക്ക് ശേഷം പി ചിദംബരത്തിന്റെയും കാർത്തിക് ചിദംബരത്തിന്റെയും വീടുകളിലെ CBI റെയ്ഡ്. കോൺഗ്രസിന് ഒരു തിരിച്ചടിക്കുള്ള മറുപടി നൽകാനാകും മുൻപേയാണ് ഓരോന്നോരോന്നായി സംഭവങ്ങളുണ്ടായത്. നേതാക്കളുടെ രാജിക്ക് പിന്നിൽ അധികാരമോഹമാണെന്നും റെയ്ഡിന് പിന്നിൽ BJP ആണെന്നും ആരോപിച്ച് മറുപടി നൽകി മുഖം രക്ഷിക്കാമെങ്കിലും പാർട്ടിയുടെ ഐക്യത്തിനായി കൊണ്ടുവന്ന ചിന്തൻ ശിബറിന് തൊട്ടുപിന്നാലെയുണ്ടായ ഈ പ്രശ്നങ്ങൾ തടയാൻ നേതൃത്വത്തിന് സാധിച്ചില്ല എന്ന യാഥാർത്ഥ്യം മറച്ചുവെക്കാനാകില്ല. The RSS has built a structure that has penetrated into the large mass, right? And the opposition parties and the Congress need to build such a structure. And we need to go much more aggressively to the large mass of people, the 60-70% of people who don't vote for the BJP. And we need to do it together. രാഹുൽ ഗാന്ധി അധ്യക്ഷനായി തുടരണമെന്ന ചിന്തൻ ശിബിറിൽ പങ്കെടുത്ത നേതാക്കളിൽ ഭൂരിഭാഗവും ആവശ്യപ്പെട്ടെങ്കിലും നേരിട്ട് ചരട് വലിച്ച് പാർട്ടിയിലെത്തിച്ച ഹാർദിക്കിന്റെ രാജി തടയാൻ രാഹുൽ ഗാന്ധിക്ക് എന്തുകൊണ്ട് സാധിച്ചില്ല എന്ന ചോദ്യമാണ് വിമർശകർ മുന്നോട്ട് വയ്ക്കുന്നത്. 2019 പൊതു തെരഞ്ഞെടുപ്പിന് ശേഷം ഒരവസരമോ ചുമതലയോ പദവിയോ പാർട്ടി നൽകാത്തതിൽ പ്രതിഷേധിച്ചാണ് സുനിൽ ഛാക്കറിന്റെ BJP പ്രവേശനം. ഇതെല്ലാം വിരൽ ചൂണ്ടുന്നതും ഇനിയും പരിഹരിക്കപ്പെടേണ്ട പ്രവർത്തന ശൈലിയിലെ പ്രശ്നങ്ങളിലേക്കാണ്. വാരണാസി ഗ്യാൻവാബി മസ്ജിദും ശിവലിംഗവും മധുര ഈദ്ഗാഹ് മസ്ജിദും ശ്രീകൃഷ്ണ ക്ഷേത്രവുമൊക്കെയാണ് ദേശീയതലത്തിൽ കുറച്ചേറെ ദിവസങ്ങളായി ചർച്ചയായത്. കോടതി കയറിയ ഗ്യാൻവാബി മസ്ജിദ് കേസിൽ സർവേ തുടരാനാണ് സുപ്രീംകോടതിയുടെ തീരുമാനം. ഒപ്പം തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ ജില്ലാ കോടതിക്ക് അനുമതി നൽകുകയും ചെയ്തു. മധുരയിലെ കേസും കോടതിയുടെ പരിഗണനയിലാണ്. വാരണാസിയിലെ കാശി വിശ്വനാഥ ക്ഷേത്രത്തിന് സമീപത്തായി സ്ഥിതി ചെയ്യുന്ന പള്ളിയാണ് ഗ്യാൻവാബി മസ്ജിദ്. 1669 ഔറംഗസീബ് പണിതതാണ് ഈ പള്ളി. ശിവക്ഷേത്രം ഉണ്ടായിരുന്നത് പൊളിച്ചാണ് ഔറംഗസീബ് പള്ളി പണിതത്. അക്ബറിന്റെ അനുമതിയോടെ തോടർമാലാണ് ഈ ക്ഷേത്രം പണിതത്. ഔറംഗസീബ് പള്ളി പണിതപ്പോൾ ക്ഷേത്രം പൂർണ്ണമായി പൊളിക്കാതെ അതിന്റെ ഭാഗങ്ങൾ നിലനിർത്തിയാണ് പള്ളി പണിതത്. ഇതാണ് ഇപ്പോൾ വിവാദത്തിലേക്ക് എത്തിയത്. പള്ളിക്കുള്ളിലെ ശൃംഗർ ഗൗരി ക്ഷേത്രത്തിൽ നിത്യാരാധന അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് 5 സ്ത്രീകൾ നൽകിയ ഹർജിയാണ് സുപ്രീം കോടതിയിൽ വരെ തർക്കത്തെ എത്തിച്ചത്. മുസ്ലിം പള്ളികളിൽ സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിക്കാത്തതിനാൽ ശിവലിംഗത്തിൽ ആരാധന നടത്താൻ സാധിക്കുന്നില്ലെന്നായിരുന്നു ഇവർ ഉന്നയിച്ച പ്രശ്നം. ഇതോടെ ക്ഷേത്രത്തിൽ പ്രവേശിക്കാനും പൂജ നടത്താനും അനുമതി തേടി കൂടുതൽ പേർ രംഗത്തു വന്നു. ക്ഷേത്രം പണിയാനുള്ള ആവശ്യവും ഉയർന്നു. കേസ് വാരണാസിയിലെ പ്രാദേശിക കോടതിയിലെത്തി. ഇവിടെ നിന്ന് പള്ളിയിൽ സർവേ നടത്താനും റിപ്പോർട്ട് സമർപ്പിക്കാനും നിർദ്ദേശം നൽകി. അതിനായി അഭിഭാഷക കമ്മീഷനെ നിയോഗിക്കുകയും ചെയ്തു.
എന്നാൽ സർവേ നടത്തുന്നതിനെ പള്ളി അധികൃതർ എതിർത്തതോടെ നിയമപോരാട്ടവും ആരംഭിച്ചു. സർവേക്കൊപ്പം ശിവലിംഗത്തിൽ ആരാധന നടത്താനും പള്ളിയിൽ പ്രാർത്ഥിക്കാനെത്തുന്നവരുടെ എണ്ണം നിയന്ത്രിക്കാനുള്ള നിർദ്ദേശവും ഇതോടൊപ്പം ചോദ്യം ചെയ്യപ്പെട്ടു. സർവേ തടയാൻ സുപ്രീം കോടതി തയ്യാറായില്ല. അതേസമയം മസ്ജിദിൽ ശിവലിംഗം കണ്ടെത്തിയെന്ന് പറയുന്ന മേഖല സംരക്ഷിക്കാൻ നിർദ്ദേശിച്ച സുപ്രീം കോടതി പള്ളിയിലേക്കുള്ള പ്രവേശനം തടസ്സപ്പെടുത്തരുതെന്നും ആവശ്യപ്പെട്ടു. ഇതോടെ താൽക്കാലിക ആശ്വാസമായെന്ന് കരുതിയിരിക്കുകയാണ് അഭിഭാഷക കമ്മീഷനിൽ നിന്ന് പള്ളിക്കുള്ളിൽ ക്ഷേത്രശേഷിപ്പുകളുണ്ടെന്ന കണ്ടെത്തൽ മാധ്യമങ്ങൾക്ക് ചോർന്നത്. ഇതേ തുടർന്ന് കമ്മീഷൻ അംഗമായ അജയ് മിശ്രയെ കമ്മീഷനിൽ നിന്ന് മാറ്റി. വാരണസിയിലെ ഗ്യാൻവാബി മസ്ജിദിൽ ഹിന്ദു വിഗ്രഹങ്ങളുണ്ടെന്ന അവകാശവാദവുമായി ബന്ധപ്പെട്ട കേസ് ഇതോടെ സുപ്രീം കോടതി സിവിൽ ജഡ്ജിയിൽ നിന്ന് ജില്ലാ കോടതിയിലേക്ക് മാറ്റി. ഗ്യാൻവാബിയുമായി ബന്ധപ്പെട്ട എല്ലാ ഹർജികളും ജില്ലാ ജഡ്ജിക്ക് കൈമാറാനും നിർദ്ദേശിച്ചു. മുസ്ലിങ്ങൾ പ്രാർത്ഥിക്കുന്നത് തടയാതെ ശിവലിംഗം കണ്ടെത്തിയതായി പറയപ്പെടുന്ന പള്ളിയുടെ ഒരു പ്രദേശം സംരക്ഷിക്കുന്നതിനുള്ള ഇടക്കാല ഉത്തരവും കോടതി നീട്ടി. സമുദായങ്ങൾ തമ്മിലുള്ള സാഹോദര്യവും സമാധാനവുമാണ് ഏറ്റവും പ്രധാനമെന്നും സുപ്രീം കോടതി നിരീക്ഷിച്ചു. ഗ്യാൻവാബി വിവാദം ചൂടുപിടിക്കുന്നതിനൊപ്പം ഉയർന്നു വന്നതാണ് മധുരയിലെ ഷാഹി ഈദ്ഗാഹ് മസ്ജിദ് പൊളിക്കണമെന്ന ആവശ്യം. മധുര കൃഷ്ണജന്മഭൂമി ക്ഷേത്രം പൊളിച്ചാണ് ഈദ്ഗാഹ് മസ്ജിദ് പണിതതെന്നായിരുന്നു ഹർജിക്കാരുടെ വാദം. ആദ്യം ഹർജി സമർപ്പിച്ച സിവിൽ കോടതി ആവശ്യം തള്ളി. സ്വാതന്ത്ര്യം ലഭിച്ച സമയത്ത് എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെ എല്ലാ ആരാധനാലയത്തിന്റെയും സ്വഭാവം നിലനിർത്തണമെന്ന് നിഷ്കർഷിക്കുന്ന 1991 നിയമം ചൂണ്ടിക്കാട്ടിയാണ് മധുരയിലെ സിവിൽ കോടതി ഹർജി തള്ളിയത്. എന്നാൽ ഈ ഉത്തരവ് ചോദ്യം ചെയ്തുള്ള ഹർജി ജില്ലാ കോടതി ഫയലിൽ സ്വീകരിച്ചു. ഹർജിയിലെ ആവശ്യം നിലനിൽക്കുന്നതാണെന്ന് കാട്ടി ജില്ലാ ജഡ്ജി രാജീവ് ഭാരതി കേസ് ഫയലിൽ സ്വീകരിക്കുകയായിരുന്നു. വരും ദിവസങ്ങളിൽ മധുര പള്ളിയും ശ്രീകൃഷ്ണ ക്ഷേത്രത്തെയും ചൊല്ലിയുള്ള നിയമപോരാട്ടമാകും ഗ്യാൻവാബിക്ക് പകരം വാർത്തകളിൽ ഇടം നേടുക. ഒരാഴ്ചയായി ഇന്ത്യൻ സാമ്പത്തിക രംഗം ആശങ്കയിലാണ്. രൂപയുടെ മൂല്യം ചരിത്രത്തിലെ ഏറ്റവും താഴ്ന്ന നിലയിലെത്തിയത്. ഓഹരി വിപണികളിലെ ഇടിവ്, എല്ലാറ്റിലും ഉപരിയായി വിലവർധനയും പണപ്പെരുപ്പവും. എന്തു ചെയ്യണമെന്നറിയാത്ത സ്ഥിതിയിലാണ് സാമ്പത്തിക വിദഗ്ധരും ജനവും. വിപണിയിലെ ഇടിവ്. ആ ഇടിവ് എത്തിച്ചേർന്നത് രൂപയുടെ റെക്കോർഡ് മൂല്യ തകർച്ചയിലേക്ക്. ഇതിന് തൊട്ടു പിന്നാലെ എത്തി മൊത്തവ്യാപാര മേഖലയിലെ പണപ്പെരുപ്പം അഥവാ WPIയിലെ വർധന. ഇതോടെ ഇന്ത്യൻ സാമ്പത്തിക രംഗം അപ്രതീക്ഷിത പ്രതിസന്ധികളും തിരിച്ചടികളുമാണ് നേരിട്ടത്. ചൈനീസ് ചില്ലറ വ്യാപാര രംഗത്തെ ഓഹരി വിറ്റൊഴിക്കലും ഇന്ത്യയിൽ പ്രതിഫലിച്ചതോടെ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന സ്ഥിതിയായി. പണപ്പെരുപ്പം 8 വർഷത്തെ ഏറ്റവും ഉയർന്ന നിരക്കിലാണ് എത്തി നിൽക്കുന്നത്. ഏപ്രിൽ മാസത്തിലെ ചില്ലറ വിൽപ്പന വിപണിയിലെ പണപ്പെരുപ്പം 7.79%. മാർച്ചിൽ 6.95% ഉണ്ടായിരുന്ന പണപ്പെരുപ്പമാണ് കുത്തനെ 7.79%. ഏതാണ്ട് 1% വർധന. 2014 ശേഷമുള്ള ഏറ്റവും ഉയർന്ന പണപ്പെരുപ്പമാണിത്. സാധനങ്ങളുടെ വില കുതിച്ചുയരുകയും പണത്തിന്റെ മൂല്യം ഇടിയുകയും ചെയ്യുന്ന അവസ്ഥയാണ് പണപ്പെരുപ്പം. മൊത്ത വ്യാപാര രംഗത്തെ പണപ്പെരുപ്പമാകട്ടെ 17 വർഷത്തെ ഏറ്റവും ഉയർന്ന നിരക്കിലും. ഏപ്രിലിൽ ഇത് 15.08% രേഖപ്പെടുത്തിയത്. 13 മാസമായി പണപ്പെരുപ്പം 2 അക്ക നിരക്കിലാണ്. റഷ്യ യുക്രൈൻ യുദ്ധമാണ് ഇതിന് കാരണമെന്ന് കേന്ദ്ര സർക്കാർ വാദിക്കുമ്പോഴും 2 വർഷമായി സ്ഥിതി മോശമാണ്. 2020 നവംബറിൽ മൊത്ത വിപണി വിലക്കയറ്റം 2.29% മാത്രമായിരുന്നു. 2021 ഏപ്രിലാകുമ്പോഴത് 10.74%. ഈ നിരക്കാണ് ഇപ്പോൾ 15% മുകളിലെത്തി നിൽക്കുന്നത്. അസംസ്കൃത എണ്ണ, പ്രകൃതിവാതകം, ധാതു എണ്ണ, ഭക്ഷ്യവസ്തു, ഉപഭോക്തൃ വസ്തു, രാസവസ്തു എന്നിങ്ങനെ എല്ലാ മേഖലയിലെയും വില വർധനയാണ് പണപ്പെരുപ്പത്തിലേക്ക് നയിച്ചത്.
സ്ഥിതി പിടിച്ചു നിർത്താൻ റിസർവ് ബാങ്ക് അടിയന്തര പണനയ സമിതി യോഗം ജൂണിന് പകരം ഈ മാസം ആദ്യം ചേർന്നു. റിപ്പോ നിരക്ക് 0.4% വർദ്ധിപ്പിച്ചു. ജൂണിലും ഓഗസ്റ്റിലുമായി വീണ്ടും പലിശ നിരക്ക് വർധന ഉണ്ടാകാമെന്ന സൂചനയാണ് റിസർവ് ബാങ്ക് നൽകുന്നത്. ഡോളറുമായുള്ള വിനിമയത്തിൽ രൂപയുടെ മൂല്യം ചരിത്രത്തിലെ ഏറ്റവും താഴ്ന്ന നിലയിലെത്തിയതും മറ്റൊരു പ്രതിസന്ധിയായി. വിദേശ നിക്ഷേപകർ വൻതോതിൽ പണം പിൻവലിക്കുന്നതും രാജ്യാന്തര വിപണിയിൽ ഡോളർ ശക്തമാകുന്നതുമാണ് രൂപയ്ക്ക് തിരിച്ചടിയാകുന്നത്. എണ്ണവില രാജ്യാന്തര വിപണിയിൽ ഉയരുന്നതും ഇന്ത്യൻ കറൻസിക്ക് തിരിച്ചടിയായി. ആഭ്യന്തര സൂചികകൾ തിരിച്ചടി നേരിട്ടതും രൂപയുടെ മൂല്യത്തെ ബാധിച്ചു. രൂപയുടെ മൂല്യം ഇടിയുന്നത് ഇറക്കുമതി സാധനങ്ങളുടെ വില ഉയർത്തും. വിദേശ യാത്രാ ചെലവ് ഉയരും. കുതിക്കുന്ന പണപ്പെരുപ്പവും അതിനെ ചെറുക്കാൻ കർശന വായ്പാ നയം സ്വീകരിക്കേണ്ടി വരുന്നതും രാജ്യത്തിന്റെ വളർച്ചയെ ബാധിച്ചേക്കുമെന്ന ഭീതിയും മൂല്യമിടിവിന് പിന്നിലുണ്ട്. US ട്രഷറിയുടെ ആദായം ഉയരുന്നതും ഡോളർ കരുത്താർജിക്കുന്നതും രൂപയ്ക്ക് ഭീഷണിയായി മാറുന്നുവെന്ന് വിലയിരുത്തലുണ്ട്. देखिए, जैसा हम लोग जानते हैं कि जब से रसिया यूक्रेन का युद्ध छिड़ा हुआ है, पिछले 4 महीने में जियोपॉलिटिकल सिचुएशन वर्ल्ड वाइड बिगड़ी हुई है। एनर्जी प्राइसेस भयंकर तरीके से बढ़े हैं और एक और खास बात की सरकार ने 4 महीने से जिस तरह से इलेक्शन के दरमियान में एनर्जी प्राइसेस को रोक के रखा, उसको पास ऑन नहीं किया, बट महंगाई जो है निरंतर 4 महीने से उस कंफर्ट जोन जो आरबीआई का था 6%, उसके ऊपर बढ़ रही थी और लगातार बढ़ रही थी। और ये बात पॉलिसी मेकर्स को मालूम था और खासतौर से आरबीआई को। इसी को मद्देनजर रखते हुए ये तो आशा के अनुरूप था, क्योंकि जिस तरीके से एनर्जी प्राइसेस बढ़े, जिस तरह से उससे जुड़े हुए फूड प्राइसेस बढ़े, वेजिटेबल प्राइसेस बढ़े, ऑयल प्राइसेस बढ़े, तो एडिबल ऑयल प्राइसेस बढ़े, तो इन सब चीजों का कंबाइंड इम्पैक्ट इन्फ्लेशन पे आना था। इसी को मद्देनजर रखते हुए आपको ध्यान होगा कि बहुत शीघ्र ही, बहुत फिलहाल में आरबीआई ने रेपो रेट को तुरंत रिवाइज किया, 0.4 बेसिस से उसको चेंज किया, करेक्ट किया, जिससे सिस्टम से कुछ पैसे निकाले जा सके। लगभग 87,000 करोड़ निकालने का उन्होंने निर्णय लिया, जिससे कि महंगाई को कुछ काबू किया जाए। मुझे लगता है कि इस प्रयास से महंगाई के बढ़ते हुए दर पे कुछ अंकुश लगेगा, लेकिन जहां तक इस दर की बात है, जो आप 7.79% जो आज एनएसओ का डेटा आया हुआ है, और खास तौर से सीपीआई दर या कंज्यूमर फूड प्राइस इंडेक्स की बात करें तो वो भी 8.38% के ऊपर भाग चुका है। तो ये चिंता की बात लगातार 4 महीने से देखी जा रही है। 6% से ऊपर बढ़ के पिछले महीने 6.95 था, अब जो है 7.79 हो गया। तो ये एक चिंता का विषय तो है जी। ന്യൂസ് 18 ഇന്ത്യ ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും കാണും വരെ നമസ്കാരം.